ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ ഡെസേർട്ടാണ്. ഇതിന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ഐറ്റം തന്നെയാണ് കേട്ടോ. ഇത് പുഡിംഗ് രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് പെരുന്നാളിനല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലത്തെ സേമിയ ഉണ്ടല്ലോ, നല്ല തിന്നായിട്ടുള്ള സേമിയ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലേ. അപ്പോൾ ഇതുപോലത്തെ സേമിയാണ് നമുക്ക് വേണ്ടത്. ഇതുപോലത്തെ റോസ്റ്റഡ് ആയിട്ടുള്ളതും റോസ്റ്റ് ചെയ്യാത്തതും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്തതാണ്, ഏതായാലും കുഴപ്പമില്ല. അപ്പം കട്ടിയുള്ള സേമിയൊക്കെ ആകുമ്പോൾ നമുക്കിത് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, കുറച്ച് കട്ടിയിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ സേമിയ 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഏത് മോൾഡിലാണോ സെറ്റ് ചെയ്തെടുക്കുക അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയൊരു ബൗളിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ചെറിയ 2 ഐസ്ക്രീം ബോളിൽ അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പകുതി തന്നെ മതിയാവും. അപ്പോൾ വലിയ ട്രേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുഴുവനൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 100-125 ഗ്രാം ഉണ്ടാവും. അത് ഇതുപോലെ കൈ വെച്ചിട്ട് നല്ല പൊടിയായിട്ടൊന്ന് നമുക്ക് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഇത് ഇങ്ങനെ തിന്നായിട്ടുള്ള സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുമല്ലോ. അതുപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് റോസ്റ്റ് ആദ്യം ഒരു പാന് വെച്ചിട്ട് ആ ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണ അങ്ങനത്തെ ഓയിലുകളൊന്നും യൂസ് ചെയ്യരുത്. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ. നെയ്യിലാവുമ്പോൾ ഒന്നുകൂടെ നല്ല ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ഈ ഒരു സേമിയ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്ത്, ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ളതാണ്, എന്നാലും നമ്മളിത് വേറെ കുക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഇത് റോസ്റ്റ് ഏകദേശം 2-3 മിനിറ്റായി. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടാവും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിക്കാതെ അല്ല കേട്ടോ, പൊടിക്കാതെ 1/4 കപ്പ് ചേർത്താലും മധുരം കൂടിപ്പോവും. അപ്പോൾ പൊടിച്ചിട്ടുള്ള 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പാൽപ്പൊടി ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. എനിക്ക് കുറച്ച് അങ്ങ് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്യാൻ. ആ ചൂടിൽ കുറച്ച് സമയം ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് ഞാൻ മിക്സ് ചെയ്തത്. അപ്പോഴേക്ക് പാൽപ്പൊടി കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് പറ്റിയിട്ടുള്ള ചെറിയൊരു ഫോൾട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പാൽപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഈ കട്ടകളൊക്കെ ഇങ്ങനെ ഉടച്ചു കൊടുക്കേണ്ട അവസ്ഥയിൽ വന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല, പാൽപ്പൊടി കൂടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം. എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പാൽപ്പൊടിയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് കുറച്ച് സമയം കൂടെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് പോകരുത്, കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്ക് നല്ല ക്രിസ്പിയും കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്, നല്ല ക്രഞ്ചി ഫീലായിട്ട് കിട്ടും. നമ്മൾ ഈ പുഡിങ്ങിൻ്റെ താഴത്തെ ലെയറും മുകളിലെ ലെയറും ഇതാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പുഡിങ് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടോ ഇത് റോസ്റ്റ് ചെയ്ത്, എന്നിട്ട് ഞാൻ നമ്മളെ മോൾഡിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലെയറാക്കി എടുക്കുമ്പോൾ ഏറ്റവും താഴത്തെ ലെയറും മുകളിലെ ലെയറും ഇത് വെക്കുന്ന സമയത്ത് താഴത്തെ ലെയറിലാണ് കേട്ടോ കൂടുതൽ വെക്കുക. മുകളിൽ കുറച്ച് വെച്ചാൽ മതി. താഴത്തെ ലെയറിൽ കുറച്ച് അധികം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. ചൂടോടെ തന്നെ ചെയ്യാം കേട്ടോ. ഇത് എന്നാലും നല്ല സെറ്റായിട്ട് അവിടെ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പുഡിങ്ങിൻ്റെ സംഭവം റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാലൊന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട്. ചൂടാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ചേർത്തിട്ട് അതൊന്ന് കലക്കി വെക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഒട്ടും കട്ടയില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഈ പാല് തിളപ്പിക്കാനായിട്ട് പോയി. ഈ 1/2 ലിറ്റർ പാലിൽ തന്നെയാണ് ഞാൻ അതെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം പാലെടുത്താൽ മതി. പിന്നെ അതിലേക്ക് ആ ഒരു പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാൽപ്പൊടിയും എല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ആ ഒരു സേമിയത്തിലേക്ക് പാൽപ്പൊടി ചേർത്തു, ഇപ്പോൾ ഇതിലേക്കും പാൽപ്പൊടി, ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കും. എന്തായാലും നല്ലൊരു റിച്ച് ടേസ്റ്റ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടൻസ് മിൽക്കൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് കണ്ടൻസ് മിൽക്ക് ചേർക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പോളം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 1/4 കപ്പാണ് ചേർത്തിട്ട് ബാക്കി പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്തു, 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും ചേർത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. എന്നിട്ട് മധുരമൊക്കെ നോക്കിയതിന് ശേഷം മധുരം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് കൂടെ മധുരം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചാട്ടോ അതൊക്കെ ചേർത്ത് കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ 1/4 കപ്പ് പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള കസ്റ്റേർഡ് മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിങ്ങനെ തിക്കായിട്ട് വരും. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് കുറച്ച് സമയം ഇങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ കുക്കായി അത് നല്ല തിക്കായിട്ട് വരും. പിന്നെ അത് തിക്കായ ഉടനെ തന്നെ നമ്മൾ ഏത് മോൾഡിലാണോ സെറ്റ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിൽ തന്നെ വെച്ചാൽ ഈ ഒരു പാത്രത്തിൽ കിടന്നിട്ട് തന്നെ അത് സെറ്റായി പോവും. അപ്പോൾ അതുപോലെ മുഴുവനായിട്ട് ഒഴിച്ച് നല്ല കുക്കാക്കി നല്ല തിക്കാക്കി എടുക്കുക. നല്ല വലിയൊരു ബബിൾസൊക്കെ വരുന്ന വരെ നമുക്കിതൊന്ന് ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള മോൾഡുകളുണ്ടല്ലോ, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഏകദേശം ഞാനിപ്പോൾ 3 മോൾഡിൽ ഇങ്ങനെ, ഇതാണ് എടുക്കുന്ന വലിയ മോൾഡ്. ഇത് കഴിഞ്ഞിട്ട് വേറെ ചെറിയ 2 ഐസ്ക്രീം മോൾഡിലും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതാ ഇതുപോലെ 2 ബോളിലും അങ്ങനെ 3 ഇത്രയിലേക്കുള്ള സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി എല്ലാത്തിൻ്റെയും അളവുകളൊക്കെ കൂട്ടി എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ബൗളിലേക്കും ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ നമ്മളിപ്പോൾ സേമിയ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ചുകൂടെ ബാക്കി വെച്ചിട്ടുണ്ട് ഇതിന് മുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ ഈ ചൂടോട് കൂടി തന്നെ അതിൻ്റെ മുകളിലായിട്ട് അതും സെറ്റ് ചെയ്ത് കൊടുക്കുക. ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുത്താൽ ആ ഒരു പുഡിങ്ങിൻ്റെ കൂടെ തന്നെ ഇതും സെറ്റായിട്ട് നിന്നോളും. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ നമ്മളിപ്പോൾ ഈ ഒന്നുകൂടെ നല്ല റിച്ച് ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സേമിയ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, നട്ട്സുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് നട്ട്സ് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതെന്ന് മാത്രമല്ല, അത് കൂട്ടി കഴിക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഡെക്കറേഷന് മാത്രമല്ല, അത് നിങ്ങൾക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് നട്ട്സും കൂടെ കൂട്ടി കഴിക്കുന്ന സമയത്ത്. ഈ ഒരു പുഡിങ്ങിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മുകളിലെയും താഴെയിലും ലെയർ നല്ല ക്രഞ്ചി ആയതുകൊണ്ട്, നല്ല കടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്രിസ്പിനെസ് ഉള്ളതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഉള്ളിൽ ആ പുഡിങ് ഇങ്ങനെ അത് കൂട്ടി കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ബദാം ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കും. നമുക്ക് ഇഷ്ടമുള്ള എന്ത് വെച്ചിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ, ഏത് നട്സും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എന്നിട്ട് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം ഇങ്ങനെ ചൂടോടെ വേണമെങ്കിൽ കഴിക്കാം, പക്ഷേ തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് സെറ്റാക്കിയതിന് ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് പെരുന്നാളിന് ഇത് ഉണ്ടാക്കി നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ഉള്ളിലുള്ള ആ ഒരു പുഡിങ്ങൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്